എ ഷാജഹാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കസേരയിലെ നാറാണത്ത് ഭ്രാന്തനും. ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരാൾ ഏതു സ്ഥലമാണോ സ്ഥിരമായി ഉറങ്ങാൻ ഉപയോഗിക്കുന്നത് അയാളെ ആ സ്ഥലത്തെ സാധാരണ താമസക്കാരൻ എന്ന് പറയാം. ഇത് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് പാലിക്കാൻ എ ഷാജഹാൻ ഇറക്കിയ പുസ്തകത്തിലെ നിർവചനമാണ്. ഈ നിർവചന പ്രകാരം വൈഷ്ണ എസ് മുട്ടടയിലെ ഏതു സ്ഥലമാണ് സ്ഥിരമായി ഉറങ്ങാൻ ഉപയോഗിക്കുന്നത്? വൈഷ്ണയുടെ അപ്പീലിന്മേൽ എ ഷാജഹാൻ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയ നടപടി പുനഃസ്ഥാപിക്കണം എന്നാണ്. അതായത് മുട്ടട വാർഡിലെ TC 18/564 അവരുടെ വോട്ട് പുനഃസ്ഥാപിക്കപ്പെടും. അതായത് റജീബ് ഷായുടെയും ജോത്സനയുടെയും വീട്ടിൽ. അങ്ങനെയാണ് ആ ഉത്തരവിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഈ വീട്ടിലാണോ ഷാജഹാൻ സാറെ വൈഷ്ണ സ്ഥിരമായി ഉറങ്ങുന്നത്? വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് ചേർത്തതിനെതിരെ ഉയർന്ന പരാതി തീർപ്പാക്കിക്കൊണ്ട് എ ഷാജഹാൻ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: അന്വേഷണത്തിൽ വൈഷ്ണ SL മുട്ടട വാർഡിൽ TC 18/564 എന്ന കെട്ടിടത്തിൽ താമസമില്ല എന്ന് ബോധ്യപ്പെട്ടു. ഈ കെട്ടിടം നഗരസഭാ രേഖകൾ പ്രകാരം റജീബ് ഷാ, ജോത്സന എന്നീ വ്യക്തികളുടെ പേരിലാണ്. വൈഷ്ണ SL ഇവിടെ താമസമില്ല എന്നും കെട്ടിടം ഉടമ അറിയിച്ചു. മാത്രമല്ല, കെട്ടിടമുടമസ്ഥർ കെട്ടിടം മറ്റാർക്കും താമസത്തിന് നൽകിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു എന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു എൻക്വയറി റിപ്പോർട്ടാണ്. ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി ബോധ്യപ്പെട്ട് നൽകിയ റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കസേരയിലിരുന്ന് ഷാജഹാൻ സാറിന് എങ്ങനെയാണ് റദ്ദാക്കാൻ കഴിയുക? അതിന് എന്ത് അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ആ കസേരയിലിരുന്ന് എന്തും ചെയ്യാൻ അദ്ദേഹം ഷാജഹാൻ ചക്രവർത്തിയല്ല എന്ന് വിനയപൂർവ്വം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഇലക്ടറൽ ഓഫീസർമാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ അന്തസത്ത ഉൾക്കൊള്ളാതെയാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ വൈഷ്ണയുടെ വോട്ട് നീക്കിയത് എന്നാണ് ഷാജഹാൻ സാറിന്റെ ഉത്തരവിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളുടെ അന്തസത്ത അദ്ദേഹം ഉൾക്കൊണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ഉത്തരവ് അദ്ദേഹം ഇറക്കിയത്? വൈഷ്ണ സ്ഥിരമായി കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന സ്ഥലത്താണോ ഷാജഹാൻ സാറെ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ താങ്കൾ നിർദ്ദേശിച്ചത്? ഇലക്ടറൽ ഓഫീസറുടെ മുമ്പാകെ നടത്തിയ ഹിയറിംഗിലും അവിടെ കൊടുത്ത സത്യവാങ്മൂലത്തിലും വൈഷ്ണ അവകാശപ്പെട്ടത് താൻ മുട്ടട വാർഡിലെ TC 18/564 നമ്പർ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നു എന്നാണ്. ആ വീട് റജീബ് ഷാ എന്ന ആളിൻ്റെതാണെന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. രാത്രിയാകുമ്പോൾ ആ വീട്ടിൽ അവരറിയാതെ കടന്നു ചെന്ന് കിടന്നുറങ്ങി പിറ്റേന്ന് പുലർച്ചെ അവരറിയാതെ എഴുന്നേറ്റ് സ്ഥലം വിടുകയാണോ വൈഷ്ണ ചെയ്യുന്നത്? അങ്ങനെയാണോ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത്? ബഹുമാനപ്പെട്ട ഷാജഹാൻ സാറെ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താങ്കൾക്ക് കോമാളിക്കളി നടത്താനുള്ള ഇടമല്ല. ഇനി രണ്ടാമത്തെ കാര്യം, താൻ എവിടെ താമസിക്കുന്നു എന്നാണ് വൈഷ്ണ എ ഷാജഹാന്റെ മുന്നിൽ വാദിച്ചത്. TC 18/2365 എന്ന വീട്ടിൽ. ഈ വീടിന്റെ ഉടമ ഒരു സന്ദീപാണ്. എന്നാൽ ഈ വാദം 12/11/2025 നടന്ന ഹിയറിംഗിൽ വൈഷ്ണ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ 2 ഹിയറിംഗിലും താൻ താമസിക്കുന്ന വീടിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് വൈഷ്ണ പറഞ്ഞത്. ഇവിടെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമുണ്ട്. അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ നൽകിയ അപേക്ഷയിലും അതിനെക്കുറിച്ച് ഉയർന്ന പരാതി തീർപ്പാക്കാൻ നടത്തിയ ഹിയറിംഗിലും പറയാത്ത വാദമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയ ഹിയറിംഗിൽ വൈഷ്ണ മുന്നോട്ട് വെച്ചത്. 12/11/2025 നടന്ന ഹിയറിംഗിൽ വൈഷ്ണ ഹാജരാക്കിയ അഫിഡവിറ്റിലെ വിവരങ്ങൾ അനുസരിച്ചാണ് അന്ന് ERO തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിനെതിരെ നൽകുന്ന അപ്പീലിൽ അദ്ദേഹത്തിന് മുമ്പിൽ പറയാത്ത വാദവും നൽകാത്ത തെളിവും എങ്ങനെ ഹാജരാക്കാനാവും? അങ്ങനെ ഹാജരാക്കിയാൽ അപ്പീൽ അധികാരിക്ക് അതെങ്ങനെ പരിഗണിക്കാൻ കഴിയും? അങ്ങനെ പരിഗണിക്കുന്നത് നിയമപരമായി ശരിയാണോ? ഒരു കേസിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കാത്ത തെളിവും രേഖയും മേൽക്കോടതിയിൽ ഹാജരാക്കാൻ കഴിയുമോ ഷാജഹാൻ സാറെ? വിചാരണ കോടതിയിൽ കൊടുക്കാത്ത തെളിവും രേഖയും ഹാജരാക്കി മേൽക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങാൻ കഴിയുമോ ഷാജഹാൻ സാറെ? പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? അങ്ങനെ ചെയ്താൽ ആ സിസ്റ്റം അപ്പാടെ കുളമാകും, അലമ്പാകും. ആ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടമാകും. ഇവിടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കസേരയിലിരുന്ന് എ ഷാജഹാൻ ചെയ്തത് അതാണ്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അദ്ദേഹം തന്നെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. ആ മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം തന്നെ ലംഘിക്കുന്നു. അതോടെ നഷ്ടമായത് ആ നടപടിക്രമങ്ങളുടെ വിശ്വാസ്യത ആകെയാണ്. ഒരു നിമിഷം വൈകാതെ ഈ ഭരണഘടനാ പദവിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെടാൻ എല്ലാ യോഗ്യതയും തനിക്കുണ്ടെന്ന് സ്ഥാപിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിൽ 2ാം സ്ഥാനത്തെത്തിയത് BJP ആണ്.
വ്യാജവിലാസത്തിൽ വൈഷ്ണ ഇവിടെ വോട്ട് ചേർക്കാൻ ശ്രമിച്ചതിനെ കുറിച്ച് ഇതേവരെ BJP ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ പരാതിപ്പെടാത്തത്? ജയിക്കാൻ നിശ്ചയിച്ച സ്ഥലത്ത് കാശ്മീരിൽ നിന്നും ആളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കും, വോട്ട് ചെയ്യിക്കുമെന്ന് BJP നേതാക്കൾ വെല്ലുവിളിച്ചത് ഓർക്കുന്നില്ലേ? ഇങ്ങനെയാണ് അവർ വോട്ട് ചേർക്കുന്നത്. ആളില്ലാത്ത വീടും ഫ്ളാറ്റും കണ്ടുപിടിച്ച് പുറത്തുള്ളവർക്ക് അവിടെ വോട്ടുണ്ടാക്കും. അതിലൊരു പ്രശ്നവും അവർ കാണുന്നില്ല. അങ്ങനെ വരുന്നവരെയെല്ലാം ഒരു രേഖയും നോക്കാതെ വോട്ട് ചേർത്ത് കൊള്ളണമെന്നാണ് ഷാജഹാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഷാജഹാൻ സാറിന്റെ സിദ്ധാന്തമനുസരിച്ച് ഒരാളെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പരോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും നോക്കേണ്ടതില്ല. ആളെ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിച്ചാൽ മതി. ഏതാണ് സാറേ ഈ മറ്റു തരം? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ടത് എങ്ങനെയെന്ന് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ സൈറ്റിൽ ഇങ്ങനെ പറയുന്നു. While filing the application for inclusion in a particular electoral roll, the applicant should also provide the name and serial number of either his family member or immediate neighbor already included in that roll. പുതുതായി വോട്ട് ചേർക്കുന്നവർ വോട്ടർ പട്ടികയിൽ പേരുള്ള കുടുംബാംഗങ്ങളുടെയോ തൊട്ട അയൽവാസിയുടെയോ പേരും സീരിയൽ നമ്പരും അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കണം. ഇതാണ് വ്യവസ്ഥ. ഇതുപ്രകാരം വൈഷ്ണ ഏത് കുടുംബാംഗത്തിന്റെ വിവരങ്ങളാണ് അപേക്ഷയിൽ നൽകിയത്? ഏത് തൊട്ട അയൽവാസിയുടെ വിവരങ്ങളാണ് ആ അപേക്ഷയിൽ വൈഷ്ണ നൽകിയത്? അപ്പീൽ പരിഗണിച്ചപ്പോൾ ഷാജഹാൻ അതൊക്കെ പരിശോധിച്ചു. അതൊക്കെ സത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയോ? അടുത്ത നിബന്ധന ഇങ്ങനെയാണ്: ദി ആപ്ലിക്കന്റ് ഷുഡ് പ്രോംപ്റ്റ്ലി അപ്പിയർ ബിഫോർ ദ ERO for the hearing on the date mentioned in form number 12 with documents or evidence. അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ രേഖകളുമായി വേണം ഹിയറിംഗിന് പോകേണ്ടത്. അതാണ് മാർഗനിർദ്ദേശം. ഇതാണ് നമുക്കെല്ലാവർക്കും ബാധകമായ നടപടിക്രമം. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത മുഴുവൻ ആളുകൾക്കും ബാധകമായ നടപടിക്രമം. പക്ഷെ വൈഷ്ണയുടെ കേസിൽ ഷാജഹാൻ സാർ പറയുന്നു, തദ്ദേശ സ്ഥാപനം നൽകുന്ന വീട്ടു നമ്പരോ ഉടമസ്ഥാവകാശമോ വാടക കരാറോ ഒന്നും നോക്കേണ്ടതില്ലത്രേ. ഒരാളെ മറ്റു തരത്തിൽ തിരിച്ചറിയാൻ സാധിച്ചാൽ മതിയത്രേ. ഇപ്പൊ താമസ സ്ഥലത്തിന്റെ കോളത്തിൽ ഒരാൾ TC 18/564 എന്നെഴുതുന്നു. ആ വീട്ടിലാണ് താൻ താമസിക്കുന്നത് എന്നാണല്ലോ അവകാശവാദം. രേഖകൾ നോക്കി ഇത് പരിശോധിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് ഹിയറിംഗ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ 18/564 താൻ താമസിക്കുന്നത് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഹിയറിംഗ് ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാക്കണം. അതാണ് നടപടിക്രമം. പക്ഷെ ഷാജഹാൻ സാർ പറയുന്നത് എന്താണ്? വീട്ടു നമ്പരോ ഉടമസ്ഥാവകാശമോ വാടക ചീട്ടോ നോക്കാതെ മറ്റു തരത്തിൽ തിരിച്ചറിഞ്ഞ് ഈ വാദം അംഗീകരിച്ചു കൊടുക്കണമത്രേ. ഏതാണ് സാറേ ഈ മറ്റു തരത്തിലുള്ള തിരിച്ചറിയൽ മാർഗങ്ങൾ? നോക്കുമ്പോൾ മനുഷ്യരൂപമുണ്ടാകണം, ആളിന് പ്രായപൂർത്തിയായി എന്ന് തോന്നണം. ഇത് രണ്ടും മതിയോ? ഹിയറിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇത് രണ്ടും കാഴ്ചയിൽ ബോധ്യപ്പെട്ടാൽ വോട്ട് ചേർത്തേക്കണമെന്നാണോ ഷാജഹാന്റെ നിലപാട്? എവിടെ താമസിക്കുന്നു എന്ന് നോക്കണ്ട, ഏത് സംസ്ഥാനക്കാരെന്നോ ഏത് രാജ്യക്കാരനെന്നോ നോക്കണ്ട, അപേക്ഷയിൽ ആവശ്യപ്പെട്ട സ്ഥലത്ത് വോട്ട് ചേർത്തേക്കുക. പിന്നെ എന്തിന് സാറേ ഒരാളുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരാളിന് അവസരം കൊടുത്തിരിക്കുന്നത്? ഒരാളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൽ പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനാണ് ഫോം നമ്പർ 5. അതാണ് നാം സ്ക്രീനിൽ കാണുന്നത്. ആ ഫോമിൽ പറയുന്നത് നോക്കൂ: ഡാഷ് നിയോജക മണ്ഡലത്തിലെ ഡാഷ് പാർട്ട് നമ്പർ വോട്ടർ പട്ടികയിൽ ഡാഷിന്റെ പേര് ഉൾപ്പെടുത്തുന്നതിനെ താഴെ പറയുന്ന കാരണങ്ങളാൽ ഞാൻ എതിർക്കുന്നു. ഇങ്ങനെ ഒരാളിന് എതിർപ്പ് പരാതി ഉന്നയിക്കാനുള്ള അവസരമുണ്ട്. ഒരു രേഖയും നോക്കാതെ ഹിയറിംഗ് ഉദ്യോഗസ്ഥന് അപേക്ഷകനെ മറ്റു തരത്തിൽ കണ്ടുബോധിച്ചാൽ വോട്ട് ചേർക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിൽ പിന്നെ ഈ പരാതിക്കും ഫോമിനും എന്താണ് പ്രസക്തി സാറേ? ഷാജഹാൻ സാറിന്റെ നോട്ടക്കുറവ് കൊണ്ടായിരിക്കാം ഫോം നമ്പർ 5 പിൻവലിക്കുന്നുവെന്ന് ചക്രവർത്തി ഈ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കസേരയിൽ ഒരു ടേം കൂടി കിട്ടിയാൽ അദ്ദേഹം അതും ഒരുപക്ഷെ ചെയ്യുമായിരിക്കും. ഏതായാലും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കസേരയിൽ ഇതുപോലൊരു അവതാരത്തെ പിടിച്ചിരുത്തിയവർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചു കാണാൻ ഒരു സാധ്യതയുമില്ല. വോട്ട് ചേർക്കാൻ കമ്മീഷൻ തന്നെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുക, അതെല്ലാം ലംഘിച്ച് അപേക്ഷ നൽകിയ ഒരാളുടെ വോട്ട് ഉൾപ്പെടുത്താൻ ആ നടപടിക്രമങ്ങൾ നിർദ്ദേശിച്ചവർ തന്നെ എല്ലാം ലംഘിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുക. എന്നിട്ട് BJPയുടെ നിലപാട് ഉത്തരവായി എഴുതി വെക്കുക. ഭരണഘടനാ പദവിയിലിരിക്കുന്ന മറ്റൊരു നാറാണത്ത് ഭ്രാന്തനായി ഷാജഹാൻ സ്വയം അവരോധിക്കുകയാണ് ഇവിടെ. കോടതിയിൽ വൈഷ്ണ കൊടുത്ത ഹർജിയിൽ നിറയെ കോമഡിയായിരുന്നു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം കണ്ടിരുന്നു. ഫോം 4 വൈഷ്ണ അവകാശപ്പെട്ടത് താൻ 18/564 താമസിക്കുന്നുവെന്ന്. പിന്നെ പറഞ്ഞത് 18/2365 എന്ന നമ്പറിലെ സന്ദീപിന്റെ വീട്ടിലാണ് താമസം എന്ന്. പക്ഷെ കോടതിയിൽ കൊടുത്ത ഹർജിയിലെ പ്രേയറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? കണ്ണിറയെ കണ്ടോളൂ. ഏത് വീട്ടിൽ വോട്ട് ചേർത്ത് തരണമെന്നാണ്
കോടതിയോട് വൈഷ്ണ അപേക്ഷിച്ചിരിക്കുന്നത്? ഇമ ചിമ്മാതെ വായിച്ചു നോക്കൂ. വാർഡ് നമ്പർ 3/564 റീനമ്പേർഡ് ആസ് 18/2464. 18/2464 എന്ന നമ്പരായി മാറ്റപ്പെട്ട വീട്ടിലാണ് വൈഷ്ണയ്ക്ക് വോട്ട് ചേർക്കേണ്ടത്. ആരുടെ വീടാണ് ഈ 18/2464? വൈഷ്ണയ്ക്കെതിരെ പരാതി കൊടുത്ത ധനേഷ് കുമാറിന്റെ വീട്. അതായത് കോടതിയിൽ ഹർജി കൊടുക്കുമ്പോൾ പോലും വൈഷ്ണയ്ക്ക് നിശ്ചയമില്ല തനിക്ക് ഏത് നമ്പറിലുള്ള വീട്ടിലാണ് വോട്ട് ചേർത്ത് തരേണ്ടതെന്ന്. ആദ്യം റജീബ് ഷായുടെ വീട്ടിൽ വോട്ട് ചേർത്ത് തരണമെന്ന് അപേക്ഷിച്ചു. പിന്നെ സന്ദീപിന്റെ വീട്ടിൽ ചേർത്ത് തരണമെന്നായി. രണ്ടും നടന്നില്ലെങ്കിൽ പരാതിക്കാരനായ ധനേഷിന്റെ വീട്ടിലെങ്കിലും. ഇനി ഇതൊന്നും നടന്നില്ലെങ്കിൽ തന്റെ വീട്ടിലെങ്കിലും വോട്ട് ചേർത്ത് തരാമെന്ന സൗജന്യം കാണിക്കുന്ന ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറും. ഈ വിവാദത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം ഇതാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള കസേരകളിൽ വകതിരിവും വിവേകബുദ്ധിയുമുള്ള ആരെയെങ്കിലും പിടിച്ചിരുത്താൻ വേണ്ടപ്പെട്ടവർക്ക് തോന്നലുണ്ടാകട്ടെ. അതുമാത്രമേ ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് പറയാനുള്ളൂ. ഇത്രയും നിരുത്തരവാദപരമായി തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ സമീപിക്കുന്ന വൈഷ്ണയുടെ കാര്യം മുട്ടടയിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാവുന്നതേയുള്ളൂ. പക്ഷെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കസേരയിലെ തീരാക്കളങ്കമായ എ ഷാജഹാനെ ഇനി എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ സുഹൃത്തുക്കളെ, മറക്കല്ലേ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം നിങ്ങൾ പിന്തുണയ്ക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല. ഗൂഗിൾ പേ സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഗൂഗിൾ പേ തുറക്കുക. 7994903388 എന്ന നമ്പറിലേക്ക് ഒരു വീഡിയോയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 10 രൂപയെങ്കിലും തരണേ എന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അതിൽ കൂടുതൽ തരാൻ സന്മനസ്സുണ്ടെങ്കിൽ വളരെ സന്തോഷം. ഇതുവരെ ഞങ്ങളെ സാമ്പത്തികമായി നിലനിർത്താൻ സഹായിക്കുന്നവർക്ക് വളരെ നന്ദി. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ നമ്പർ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി പറയുന്നു, 7994903388. ചെറിയ ഒരു തുക ഞങ്ങൾക്ക് സംഭാവന നൽകാൻ അവരെ പ്രേരിപ്പിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.